ഹായ് ഡിയേഴ്സ്, നമുക്ക് സീക്വൻസ് വർക്കിൻ്റെ ഫോർത്ത് മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നോർമൽ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മീഡിയം സൈസ് സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നീഡിൽ നേരെ താഴത്തേക്ക് കൊണ്ടുപോകാം. അല്പം ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം നീഡിൽ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് സീക്വൻസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് റണ്ണിങ് മെത്തേഡ് ചെയ്തില്ലേ, ആ മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ഫ്ലവർ ഡിസൈനാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടല്ലാതെ ഒന്ന് കേർവ് ആയിട്ട് വേണം നീഡിൽ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. സീക്വൻസ് വർക്കിൻ്റെ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡിൻ്റെയും വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുന്നേ ഒരു സർക്കിൾ വരച്ചു കൊടുത്ത് അതിന് ചുറ്റുമായിട്ട് സീക്വൻസ് വെച്ച് കൊടുത്താൽ മതി. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ഈ ഒരു സീക്വൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സീക്വൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ടൊരു പേൾ ബീഡ് വെച്ച് കൊടുക്കാം. സെൻറ്ററിലെ ഗ്യാപ്പ് ഫില്ലാകുന്ന രീതിയിൽ വലിയൊരു ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ബീഡ് വെച്ച് കൊടുക്കാം. സീക്വൻസ് വർക്കിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതൊക്കെ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്